ഈ വെള്ളം കുടിക്കാൻ കൊള്ളാമോ? ഇത് കുടിക്കണ്ട. ദാഹിക്കുന്നു. കിട്ടോ എടാ കിട്ടോ. ഇപ്പൊ പ്രായക്ക് കുറച്ച് സംഭാരം കൊണ്ടൊന്ന് കൊടുക്കൂ. അല്ല മേൽശാന്തിയോ? കൊടുങ്ങല്ലൂർ സേവന തീർന്നെന്ന് കേട്ടുമല്ലോ. അടിച്ചടിക്കാരോ സംബന്ധം എങ്ങനെ ഇരിക്കുന്നു? പരിഹസിക്കേണ്ട. ആഹാ, അങ്ങനെയാണോ? വരുത്തൻ ആണുങ്ങളെ അപമാനിക്കണം നിന്റെ തൊഴിൽ അല്ലേ? പൊയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ അടിച്ച് പുറത്തും. എമ്പോക്കി നിനക്ക് സംഭാരം തരാൻ നിരൂപിച്ചപ്പോഴേ കരു തെറ്റി. നോം വെച്ചടിച്ചില്ല നിപ്പ്. പൊയ്ക്കോ ഇവിടുന്ന്. സാവിത്രി, അയ്യേ, ഉണ്ണി എന്നെ തൊട്ടല്ലോ. അശുദ്ധായി. ഇനി കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ഞാൻ ശുദ്ധം മാറിയിട്ടില്ല. ദേവി ദിവസം തന്നെയാ എന്റെയും പുറപ്പാട്. ഇവിടെ എങ്ങും ദേവീക്ഷേത്രം ഇല്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? എന്റെ ദേവി യമധർമ്മനെ വിഡ്ഢിയാക്കി സത്യവാന്റെ ജീവൻ വീണ്ടെടുത്ത സാക്ഷാൽ സാവിത്രി ദേവിയുടെ പുനർജന്മം. എന്റെ ഹൃദയദേവത തങ്ങുന്ന ഇല്ലം. അപ്പോ ഉണ്ണി ഇല്ലത്തേക്കായിരുന്നോ? ആയിരുന്നു. ഇനി പോകണം തീരുമാനിച്ചു. അതെന്താ? ദേവതയില്ലാത്ത അമ്പലത്തിൽ ഭക്തം പോയിട്ട് കാര്യമില്ല. ദീപാരാധന കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചെത്തും. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഒറ്റയ്ക്കോ? അല്ലാതെന്താ നിവൃത്തി? ആട്ടെ, സാവിത്രി എന്തെന്ന് ഒറ്റയ്ക്ക് പുറപ്പെട്ടത്? ഋഷിനിമാരാരെയും കാണുന്നില്ലല്ലോ. അവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കോ? അത് ശരി. അപ്പോൾ നിത്യവും ക്ഷേത്രത്തിൽ പോവാറുണ്ടോ? ഇല്ല. ഇന്ന് പ്രത്യേകിച്ച്? ഇന്ന് എന്താ ആഴ്ച? തിങ്കൾ. അത് തന്നെ. ഇന്ന് എനിക്ക് വ്രതവാ. ഓ, സോമവാരവട്ടം. അതെ. എന്തിനാ? എന്തിനാ? നല്ല ഭർത്താവിനെ കിട്ടാൻ. ആയിരിക്കും. എന്നാൽ ഈ നിലത്തേക്ക് മടങ്ങാമല്ലോ. സംശയിക്കണ്ട, ഭഗവാൻ പ്രസാദിച്ചിരിക്കുന്നു. എങ്ങനെ? എന്റെ കാരണവന്മാർ സാവിത്രിയുടെ കാരണവന്മാരുമായി ആലോചിച്ച് വേളി തീരുമാനിച്ചു. എന്നാലും വേളി കഴിയുന്നവരെ ഇത് മുടക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതെന്റെ പ്രാർത്ഥനയാ. ഉണ്ണി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് നോച്ചു തുടങ്ങിയത്. എന്റെ ഉണ്ണിയെ തന്നെ. സാവിത്രി, എന്താ ചെയ്യുക? കാളസർപ്പ ദംശനമാ. രക്ഷയില്ല. അയ്യോ, അവിടെ നിന്നും കൂടി എന്നെ ഉപേക്ഷിക്കരുത്. ആറ്റുനൂറ്റുണ്ടായ അരുമ സന്തതിയാണിത്. ഇവനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ പാമ്പിനെ വിട്ട് എന്നെ കൂടി കടുപ്പിക്കൂ. മനുഷ്യനെ കൊണ്ടാവുന്നല്ലേ സാധിക്കൂ. ഈ കുട്ടിയുടെ ആയുസ് അത്രേ വിളിച്ചിട്ടുള്ളൂ. അലംഘനീയ കമലാസൻ ആജ്ഞ. ഈ കുട്ടിയെ ഞാൻ ഒന്ന് പരിശോധിക്കുന്നതിൽ വിരോധമുണ്ട്. നമുക്കെന്താ വിരോധം? ആര് പരിശോധിച്ചാലും ഈ കുട്ടിയുടെ ജീവൻ വീണ്ടെടുക്കാൻ സാധ്യമല്ല. നിശ്ചയം. കർത്താവിന്റെ കനിവുണ്ടെങ്കിൽ ഏത് ജീവനും വീണ്ടും. കർത്താവോ? ഏത് കർത്താവ്? എന്റെ ഗുരുനാഥൻ, ലോകരക്ഷകനായ ഈശോ മിശിഹ. ഓ, ഒരു പുതിയ മതക്കാരൻ വന്നിരിക്കണമെന്ന് കേട്ടു. അത് നിങ്ങളാണോ? അതെ, നിങ്ങളുടെ കർത്താവിന്റെ ദൈവം കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ നമുക്കതൊന്ന് കാണണമല്ലോ. കണ്ടാൽ മാത്രം പോരാ, അത് അംഗീകരിക്കുകയും വേണം. ചത്ത കുഞ്ഞിനെ ജീവിപ്പിക്കുമെങ്കിൽ ആ സിദ്ധി അംഗീകരിക്കുന്നതാണല്ലോ മര്യാദ. അങ്ങ് ശുദ്ധനാണെന്ന് എനിക്കറിയാം.
അവിടുത്തെ അനുഗ്രഹത്തിന് നാം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഈശോ മിശിഹ നമ്മെ രക്ഷിക്കട്ടെ. ചപ്പൻ ഹൈന്ദവ ധർമ്മമൊക്കെ കളഞ്ഞു കുളിച്ചു. ഇനിയിപ്പൊ എന്താ ചെയ്യ? ഒരുത്തൻ പാമ്പിനെ കൊണ്ടൊന്ന് വിഷടിപ്പിച്ചു ഉത്തരേ. അത് കണ്ട ഉടനെ മതവും മാറി. അവന്റെ മോന് എന്റെ മോളെ കൊടുക്കാനോ? അത് ഈ ജന്മം നടപ്പില്ല. സാവുത്രിക്കുട്ടി പുണ്യമായി ലോഹിത്തിലാന്നാ പറഞ്ഞു കേൾക്കണത്. മറ്റൊരു വേളിക്ക് സമ്മതിക്കുമോന്ന് സംശയ. സമ്മതിക്കില്ലാന്നോ? അവൾ അത്രയ്ക്കായോ? വേളി നിശ്ചയിക്കേണ്ടത് നോമ, അവളല്ല. പക്ഷേങ്കി അങ്ങനെ തന്നിഷ്ടത്തിന് ഭാവം വെച്ചാലേ അടിച്ചിറക്കി പടി വിലക്കും. എന്റെ മോള് മരിച്ചുപോയെന്നാ വിചാരിക്കും. പിണ്ണം വെച്ച് പുലവുളി നടത്തും അങ്ങട്. സാവിത്രിക്കുട്ടി നമ്മളെ അങ്ങോട്ട് ധിക്കരിക്കുവോ? അത് അറിയാൻ തന്നെയാ നോൻ തീരുമാനിച്ചിരിക്കണേ. പിന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിലുണ്ടല്ലോ അവളുടെ വേളി അങ്ങോട്ട് കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ വരണാരാന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ ആരായാലും വേണ്ടില്ല. കുലമഹിമ മാത്രം നോക്കി നല്ലൊരു മുഹൂർത്തത്തിൽ അവളുടെ വേളി അങ്ങോട്ട് കഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ജാതകപ്പുറത്ത് നമുക്ക് നോക്കണം. ആ സാവുത്രിയുടെ നക്ഷത്രം എന്താ? നക്ഷത്രം രോഹിണി. ഹായ് ഹായ് ഹായ്. ഗണമൊത്ത ഗുണം 10 എല്ലാ പൊരുത്തങ്ങളും ഒത്തിരിക്കുന്നു. രോഹിണി ഉത്രട്ടാതി. ആരായി ഉത്രട്ടാതി? നോം തന്നെ നങ്ങ് വെച്ചോളൂ. നമ്മുടെ വേലി കാലായിട്ട് ആണ്ടും തികഞ്ഞിരിക്കണു. എല്ലാം ശുഭം തന്നെ. സാവുത്രിയെ നോം തന്നെ വേലി അയച്ചോളാം. ചെമ്മങ്കാട്ടില്ലം പേര് കേട്ടതാ. അവിടുത്തെ ബന്ധം നമുക്കും ബഹുമതിയാ. എന്താ ഒന്നും മിണ്ടാത്തേ? ഇനിയിപ്പൊ എന്താ പറയണേ? നോ സമ്മതിച്ചു. എന്താ അങ്ങനെയല്ലേ? ലോകത്തിലുള്ളവരെല്ലാം തന്നെ ഹിന്ദുമതക്കാരാണോ? ഹിന്ദുമതത്തിൽ തന്നെ ശൈവമെന്നും വൈഷ്ണവെന്നും ഭഗവേദമില്ലേ? ഭാരതത്തിൽ ബുദ്ധമതവും ജൈനമതവും നിലനിൽക്കുന്നു. സാവിത്രിയുടെ കാരണവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. അവൾക്ക് വേറെ വേളി നിശ്ചയിച്ചു എന്ന് പറയുന്നു. നിനക്ക് അവളെക്കാൾ യോഗ്യതയുള്ള ഒരു കുട്ടിയെ നാം നിശ്ചയിക്കും. എന്താ? വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. നിർബന്ധമാണെങ്കിൽ വേളി വേണ്ടെന്ന് വെക്കാം. ഏതായാലും മറ്റൊരു പെൺകുട്ടിയെ നീ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദയാവനായ കർത്താവ് നിന്റെ ആശ നിറവേറ്റാതിരിക്കില്ല. പ്രാർത്ഥിച്ചോളൂ, മനം നൊന്ത് പ്രാർത്ഥിച്ചോളൂ. അശ്രീകരം കൊല്ലന്നിട്ട് നേരെ എത്രയായി? എന്നിട്ട് ഉറക്കം തന്നെ. ശാസ്ത്രി, എന്റെ മോളെ ശാസ്ത്രി. വേണ്ട വേണ്ട, ഉണ്ണി എങ്ങും പോകണ്ട. ഒന്നനുവദിക്കൂ. എന്റെ സാവിത്രിയെ അവസാനമായ ഒരേ ഒരു നോക്ക് ഞാൻ കണ്ടുകൊള്ളട്ടെ. അവിടെ ചെന്നാൽ നിന്നെ അവമാനിക്കും. സാവിത്രി ആത്മഹത്യ ചെയ്തെന്നുള്ള പഴി നിന്നിൽ ആരോപിക്കും. എന്ത് വേണമെങ്കിലും ആരോപിച്ചു, എങ്ങനെ വേണമെങ്കിലും അവമാനിക്കട്ടെ. ഇതിൽ കൂടുതൽ എനിക്കും നഷ്ടപ്പെടാനില്ല. എനിക്ക് നീ നഷ്ടപ്പെട്ടാലോ എന്ന എന്റെ പേടി. ആരും നഷ്ടപ്പെടാത്ത മാർഗം നമുക്കുണ്ടാകും. വരൂ. ആരാ വരുന്നത്? താങ്കാള പരിശോധന ആ വരുത്തന്റെ കൂടെ എഴുന്നള്ളിയിരിക്കണു. അടിച്ച് തുരത്തണം രണ്ടിനെ.
യഹൂദന്മാർ കല്ലെറിയുമെന്ന് അറിഞ്ഞിരുന്നിട്ടും യൂദായിലെത്തി ലാസറി ഉയർത്തെഴുന്നേൽപ്പിച്ച സ്നേഹനിധിയായ എന്റെ കർത്താവെ, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നങ്ങ് മാർത്തയോട് അരുളി ചെയ്തത് പരമാർത്ഥമാണെന്ന് തെളിയിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. നിഷ്കളങ്കയായ ഈ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു തരണേ കർത്താവേ, തിരിച്ചു തരണേ, തിരിച്ചു തരണേ. മകളെ, മാതാപിതാക്കളെ നമസ്കരിച്ച് അനുഗ്രഹമാകും. വരൂ, പോകാം. എങ്ങട്ടാ പുറപ്പാട്? പ്രായപൂർത്തി വന്ന ഒരു പെൺകുട്ടിയെ ചുമ്മാതങ്ങ് വിളിച്ചോണ്ട് പോവുക, അതും വിമതസ്ഥന്മാരുടെ കൂടെ. അങ്ങേ ക്ഷോഭിക്കൊന്നും വേണ്ട. അവള് മരിച്ചതാ എനിക്ക് നല്ല നിശ്ചയ. പിന്നെ അദ്ദേഹമാണ് അവൾക്ക് ജീവൻ കൊടുത്തത്. അദ്ദേഹം എന്തു പറയണു അതങ്ങോട്ട് അനുസരിക്കാൻ പോവുക അങ്ങട്. പ്രഭു, എനിക്ക് ബോധ്യായി. ഞാൻ എന്തെല്ലാമോ തെറ്റിദ്ധരിച്ചു. ഈ മലയാറ്റൂരും ക്രിസ്തുദേവന്റെ ഒരു ആരാധനാമന്ദിരം സ്ഥാപിക്കാൻ അവിടുന്ന് ദയവുണ്ടാകണം. അതാ ഈശോമിശിയുടെ ത്യാഗചിഹ്നം. അത് തന്നെയായിരിക്കണം മലയാറ്റൂർ ദേവാലയത്തിനുള്ള സമുചിത സ്ഥാനം.